കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്ന് കുടുംബം ആരോപിച്ചു. പ്രതികൾക്കെതിരായുള്ള തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്ന് ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ജസീലയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെത്തി. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് നാലന്തടക്കയിലെ ജസീല ജീവനൊടുക്കയെ സംബന്ധിച്ച് ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിച്ച വലിയ ആക്ഷേപങ്ങൾക്ക് 13 ദിവസം പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടിയില്ല എന്ന ആശങ്ക പങ്കുവച്ചുകൊണ്ടാണ് ഇന്ന് ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ തന്നെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്നാലും വലിയ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അവർക്കൊരു വ്യക്തതയൊന്നും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നുകൂടിയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. 13 ദിവസമായി മരിച്ചിട്ട് ഇതുവരെ ഒരു വിവരമില്ല. ഓനെ ഏതിൽ നടക്കുന്നില്ല, ഓനെ അറസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടിനറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇവരെല്ലാം ഇങ്ങനെ പാടി നടക്കുന്നുണ്ട്, എല്ലാവരും വെൽസി നടക്കുന്നുണ്ട് എല്ലാവരും. ഈ അപ്പുറം എല്ലാവരും നമ്മളെ മോളെ കൊല്ലാൻ കൂട്ടുന്ന ആളെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. ഒന്നെങ്കിലും പോലീസുകാർ അവരത്തേക്ക് എത്തിയിട്ടില്ല. തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് രാവിലെ സംസാരിച്ചിരുന്നു. കാരണം 13 ദിവസത്തോളമായി മരിച്ചിട്ട് ഇതുവരെയായിട്ട് അന്വേഷണം എവിടെ എത്തിയതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. കാരണം പ്രതികളിൽ എത്തിയതായിട്ടോ പ്രതികളിൽ നിന്നും വിലപ്പെട്ട തെളിവുകൾ അവരെ കയ്യിലുണ്ട്. മൊബൈൽ പോലുള്ള വിലപ്പെട്ട തെളിവുകളുണ്ട്. അതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചെടുത്തായിട്ട് കാണുന്നില്ല. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നാ ചോദ്യം ഞങ്ങൾക്ക്. ആദൂർ പോലീസിൽ നിന്നും ഉണ്ടായ അനാസ്ഥ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, പ്രതികളെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറൂരി വിടുന്നതാണോ എന്നുള്ള സംശയം ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ആക്ഷൻ കമ്മിറ്റിക്ക് ഉന്നയിക്കാനുള്ള 2 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, 9.5 പവൻ സ്വർണം കേരള പോലീസ് വിചാരിച്ച 2 ദിവസം മതി അന്വേഷിച്ചിട്ട് ഒരു സ്വർണ്ണം എവിടെയാണെന്ന് കണ്ടെത്താൻ. അത്രയും മിടുക്കരായ കേരള പോലീസ് ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ സംശയമല്ലേ അല്ലേ? രണ്ടാമത് അഫ്രീദി എന്ന ചെറുപ്പക്കാരൻ ഇവൾ കൊടുത്ത 2 സ്വർണം തിരിച്ചു ചോദിച്ചതിൻ്റെ കാരണത്തിലാണ് ഇതൊക്കെ. ഈ സ്വർണ്ണ 9.5 പവൻ്റെ മോഷണവും അപവാദം എന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തു പോകുന്ന അപരാധമാണ്. കാരണം എൻ്റെ കയ്യിൽ ആ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട് എന്നൊക്കെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു. ഭർത്താവ് അവളുടെ ഈ മരണപ്പെട്ട ജസീലയുടെ ആങ്ങളിനെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ വീഡിയോ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഈ അഫ്രീദി ഇത്രയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ മൊബൈൽ പോലും ഇതുവരെ പിടിച്ചെടുക്കാത്ത എന്താണ്? തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അതിന്ന് അവർക്ക് ഡിലീറ്റ് ചെയ്താൽ തിരിച്ചെടുക്കാൻ പറ്റും. അത് നശിപ്പിച്ചാലോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പോലീസ് ഉത്തരവാദിയാവും. പോലീസ് സമാധാനം പറയണം. പ്രതികളെ രക്ഷപ്പെടുത്തിയതിന് മുഖ്യ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾ എസ് പിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നല്ലൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ആയിട്ടില്ല. അതെന്താ കാരണമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് അറിയണം. ആദ്യഘട്ടത്തിൽ പോലും അവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ജസീലയുടെ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തത എങ്കിലും ആക്ഷൻ കമ്മിറ്റിക്കും കുടുംബത്തിനും നൽകണം. ദിവസങ്ങൾക്ക് ശേഷം അതുണ്ടാകുന്നില്ല എന്നതിൽ തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെത്താനുള്ള സാഹചര്യം ഉണ്ടായത്. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.